ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വ്ളോഗ്. ഞാനിപ്പോൾ ഉള്ളത് കൊച്ചിയിലെ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഫൈനലി ഞാൻ എൻ്റെ ആഗ്രഹം സഫലമാക്കാൻ പോവുകയാണ് ഗൈസ്. എൻ്റെ ഫേവറേറ്റ് കൺട്രിയായ മലേഷ്യയിലൂടെ ഞാൻ അങ്ങനെ പറക്കാൻ പോവുകയാണ് എന്നൊക്കെ പറയണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. പക്ഷേ അല്ല, ജസ്റ്റ് പ്ലെയിൻ പറക്കുന്നത് മാത്രം കാണാൻ വന്നിരിക്കുകയാണ്. വിസിറ്റേഴ്സ് റൂം എന്നൊരു റൂം അവൈലബിൾ ആണ്. അതിനകത്ത് നിന്നാണ് നമ്മൾ ഈ പ്ലെയിൻ പറക്കുന്നതൊക്കെ കാണാൻ സാധിക്കുന്നത്. അവിടെ ഞാൻ മാത്രമല്ല, കുറേ പേര് ഇതുപോലെ കാണാനായി വന്നിട്ടുണ്ട്. ബട്ട് പെർ ഹെഡ് 100 rupees കൊടുത്താലേ നമുക്ക് അവിടെ അലൗഡ് ഉള്ളൂ ഇത് കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ ഒരു സജഷൻ, ഇങ്ങനെ പോവാതിരിക്കാതെ നല്ല ചുമ്മാ 100 rupees പോയി, അല്ലാതെ വേറൊരു കാര്യമില്ലായിരുന്നു ഗൈസ്. ഇതിന് പുറത്തുനിന്ന് ഇതിലും നല്ല നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. നെക്സ്റ്റ് നമ്മുടെ മറൈൻ ഡ്രൈവിൽ നടന്ന മാംഗോ ഫെസ്റ്റിലോട്ടാണ് ഞാൻ പോയത്. ഇത് കുറച്ച് ഡിലേ ആയിട്ടുണ്ട് ഗൈസ് ഈ വ്ളോഗ്. ഇതിന് മുന്നേ ഇടണമെന്ന് വിചാരിച്ചതാ, പക്ഷെ വോയിസ് ഓവർ ചെയ്യാനുള്ള ഒരു സാഹചര്യമൊന്നും അല്ലായിരുന്നു. മാംഗോ ഫെസ്റ്റ് എന്ന് ആദ്യം ഞാൻ കണ്ടത് ഫുൾ ചക്കയായിരുന്നു. ചക്ക ഫെസ്റ്റ് ആണോ മാംഗോ ഫെസ്റ്റ് ഒന്ന് കൺഫ്യൂസ് ആയി. അകത്തോട്ട് കയറിയപ്പോഴാണ് ഫുൾ മാംഗോ ഗൈസ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടായി ഇത്രയ്ക്ക് മാംഗോ കണ്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി എന്ന് പറയും. അത് മാത്രമല്ല, മാംഗോൻ്റെ പ്രൈസ് കണ്ടിട്ട് എൻ്റെ കണ്ണ് അമ്മാതിരി തള്ളിപ്പോയി. അമ്മാതിരി പ്രൈസായിരുന്നു. പക്ഷെ ഒരേ ഒരു ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ നമുക്ക് അവിടെ പോയിട്ട് ഇഷ്ടമുള്ള മാങ്ങ ചൂസ് ചെയ്തിട്ട് കുറച്ച് പീസസ് എടുത്ത് കഴിക്കാം. അതിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പിന്നെ എനിക്ക് മാങ്ങ എന്ന് വെച്ചാൽ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. അതുപോലെ എനിക്കും ഭയങ്കര ഫേവറേറ്റ് ആണ്. കുഞ്ഞുനാൾ മുതൽ മാങ്ങ എന്ന് വെച്ചാൽ അമ്മാതിരി ജീവനാണ് എനിക്ക്. പഴുത്തതിനേക്കാളും എനിക്ക് താല്പര്യം പച്ചയിടാം. പിന്നെ ഈ ഒരു മാംഗോ എന്ന് പറയുന്നത് വല്ലാത്തൊരു ഔഷധ ഗുണമുള്ള സാധനമാണ്. ഒരുപാട് അതിനെക്കുറിച്ച് ബാക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനതൊന്നും വായിക്കാൻ പോയില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ് ചെയ്ത് വായിക്കാം ഗൈസ്. ഞാനൊരു മാംഗോ ഫെസ്റ്റ് റിലേറ്റഡ് ആയിട്ടൊരു റീല് കണ്ടായിരുന്നു. അതിൽ നമ്മൾ ഇഷ്ടമുള്ള ചൂസ് ചെയ്ത മാംഗോ അവിടെ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ജ്യൂസ് അടിച്ചിരും എന്നുള്ളത്. പക്ഷെ അവിടെ അങ്ങനെയൊന്നും അല്ലായിരുന്നു ഗൈസ്. ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ജ്യൂസാണ് അവർ നമുക്ക് തന്നത്. ആൻഡ് അതിന് 50 രൂപ എക്സ്ട്രാ നമ്മൾ അങ്ങോട്ട് പേ ചെയ്യേണ്ടി വന്നു. എനിക്കത് ഇഷ്ടമായില്ല. ദെൻ അവിടെ ഒരു കുറേ ഞാൻ ചൂസ് ചെയ്ത് കഴിച്ച മാംഗോ എന്ന് വെച്ചാൽ നല്ല ഹൈ റേറ്റിലുള്ള മാംഗോ ആണ് ഞാൻ കഴിച്ചത്. റിയൽ ലൈഫിൽ മേടിക്കാനും പറ്റത്തില്ല, കഴിക്കാനെങ്കിലും പറ്റുന്നൊരു സാഹചര്യം കിട്ടുമ്പോൾ അങ്ങോട്ട് മുതലാക്കാമെന്ന് കരുതി. പിന്നെ ഞാൻ കൂടുതലും ഈ തപ്പി നടന്നത് പച്ച മാങ്ങ കിട്ടുമോ എന്നുള്ളതായിരുന്നു. പക്ഷെ പച്ച മാങ്ങ ഉണ്ട് താനും, പുറമേ പച്ചയാണ്, അകത്ത് പഴുത്തതാ ഗൈസ്. വാടിപ്പഴുത്ത മാങ്ങയാണ് കൂടുതൽ അവിടെ ഉണ്ടായത്. അങ്ങനെ എനിക്ക് അധികം ഒന്നും ഇഷ്ടമായില്ല. പച്ച മാങ്ങയും ഉപ്പും മുളക് പൊടി ഇട്ട് കഴിക്കാനായിട്ട് എനിക്ക് കൊതിയായിരുന്നു അവിടെ നിന്ന്. ഈ പഴുത്തതിനേക്കാൾ എനിക്കിഷ്ടം പച്ചയോടാ. ഈ കുഞ്ഞുനാളിലൊക്കെ വീടിനടുത്ത് സ്വന്തം വീട്ടിൽ മാങ്ങ ഉണ്ടെങ്കിലും അപ്പുറത്തെ പറമ്പിലെ മാങ്ങ പറിച്ച് ഉപ്പും മുളക് പൊടി ഇട്ട് കഴിക്കാൻ അത് വല്ലാത്തൊരു ജാതി ടേസ്റ്റും ഒരു വികാരമാണെന്ന് പറയാം. ദെൻ ആസ് യൂഷ്വൽ ഹൈ റേറ്റിലുള്ള ഒരു ഗുലാബ് ഗസ് എന്നൊരു മാംഗോ ആണ് ഞാനിപ്പോൾ ട്രൈ ചെയ്തത്. എൻ്റെ പൊന്നും, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും വൃത്തികെട്ട ഒരു മാംഗോ ഞാൻ കഴിച്ചിട്ടില്ല ഗൈസ്. അമ്മാതിരി ഒരു വൃത്തികെട്ട ടേസ്റ്റായിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞു ഇതിനധികം ടേസ്റ്റ് ഉണ്ടാവത്തില്ല, കൂടുതലും ഈ ഒരു ഫോറിനേഴ്സ് കഴിക്കുന്നൊരു മാംഗോ ആണെന്നൊക്കെയാണ് പുള്ളിക്കാരൻ. അവിടെ നിന്ന് ഫുൾ തള്ളായിരുന്നു. അങ്ങനെ ജീവിതത്തിൽ കാണാൻ പോലും പറ്റാത്ത അത്രയും വെറൈറ്റീസ് മാംഗോ അവിടെ ഉണ്ടായി. മാക്സിമം ഞാൻ എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ടായി. ബട്ട് മോസ്റ്റ്ലി എനിക്കൊന്നും ഇഷ്ടമായില്ല. ഈവൻ ഈ സരോളി ബ്രാൻഡല്ല, ആ ഒരു വെറൈറ്റി 1600 രൂപ പെർ kg. ബട്ട് സത്യം പറയാലോ ഗൈസ്, വായിൽ വെക്കാൻ കൊള്ളത്തില്ല. ഒരു മധുരമില്ല. ലൈക്ക് മഴ പെയ്തെല്ലാം മധുരം പോയൊരു ചളിപ്പില്ലേ, ലൈക്ക് നമ്മൾ ചളിപ്പെന്നാ പറയാം. അമ്മാതിരി ഒരു ടേസ്റ്റ്, ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു പ്രത്യേകിച്ച് പറയാൻ. എനിക്ക് ആകെ ഇഷ്ടമായത് മൽഗോവ മാംഗോ, അതാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമായത്. ഞാൻ കുറേ വട്ടം അത് എടുത്തെടുത്ത് കഴിച്ചായിരുന്നു. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട മാംഗോസ് എത്ര വേണമെങ്കിലും എടുത്ത് കഴിക്കാം. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ മുതലാക്കിയിട്ടുണ്ട്. എൻട്രി ഫീ 100 rupees അവർ മേടിച്ചു. അതിനുള്ളത് ഞാൻ എന്തായാലും മുതലാക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മാംഗോ ഞാൻ അങ്ങനെ സെപ്പറേറ്റ് ഒന്നും മേടിച്ചില്ല. ദെൻ അവിടെ മാംഗോ ഫെസ്റ്റ് മാത്രമല്ലായിരുന്നു, അപ്പുറത്ത് കുറേ സ്റ്റേഷൻസ് ഉണ്ടായി. 3 to 4 സംതിങ് സ്റ്റേഷൻസ്. ആ ഓരോ സ്റ്റേഷനിലും വെറൈറ്റി സംഭവങ്ങൾ, നമുക്ക് ഈ നൊസ്റ്റു അടിക്കുന്ന രീതിക്കുള്ള സാധനങ്ങളും ദെൻ ഹോം മെയ്ഡായിട്ടും അവരുടെ ആ ഒരു പ്ലേസിൽ ഫേമസ് ആയിട്ടുള്ള ഐറ്റംസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണാം. ദെൻ ഈ ഒരു ഫോൺ കണ്ടപാട് എൻ്റെ കിളി പോയി ഗൈസ്. അമ്മാതിരി എനിക്ക് അതിനോട് വല്ലാത്തൊരു ആക്രാന്തമായിരുന്നു. 90s കുറേ കാലമായി ഞാൻ ഈ ഫോണൊക്കെ യൂസ് ചെയ്ത് ലൈക്ക് ടച്ച് ചെയ്ത് നോക്കിയിട്ട്. ആ ചേട്ടനൊക്കെ എന്നെ കണ്ട് ഭയങ്കര ചിരിയായിരുന്നു. കൊച്ചുങ്ങൾ പോലും അടങ്ങി ഒതുങ്ങി നിൽക്കുന്നത്. പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല, ഈ ഒരു വികാരം 90s 80s മാത്രമേ മനസ്സിലാവത്തുള്ളൂ. ദെൻ ആ അപ്പുറത്തെ സ്റ്റേഷൻസിൽ കൂടുതലും ഐറ്റംസ് റിലേറ്റഡ് ഫുഡാണ് ഗൈസ്. ഈ ഫർണിച്ചർ കുറവായിരുന്നു, കൂടുതലും ഫുഡ് ഐറ്റംസ് ആയിരുന്നു. അതാണ് എനിക്ക് വേണ്ടത്. പിന്നെ ഈ ഒരു മസാജിങ് ഐറ്റംസൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ആഗ്രഹം തോന്നി, അതിലോട്ട് കയറി നിന്നതാണ്. പിന്നെ അപ്പൂപ്പനും ഒന്നും പറഞ്ഞില്ല, മോള് കയറി നിന്നൊക്കെ രീതിക്കായിരുന്നു അപ്പൂപ്പൻ.
അങ്ങനെ കുറേ വെറൈറ്റി അച്ചാറാണ് ഞാൻ കൂടുതലും ടേസ്റ്റ് ചെയ്തത്. ആൻഡ് മാംഗോ ടു. ബാലൻസ് അങ്ങനെ എനിക്കൊന്നും ടേസ്റ്റ് ചെയ്യാനായിട്ടൊരു ഇൻട്രസ്റ്റ് തോന്നിയില്ല. അൽവയെല്ലാം ഉണ്ടായി, അതൊന്നും ഞാൻ അങ്ങനെ അത്രയ്ക്ക് ടേസ്റ്റ് ചെയ്തില്ല. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സപ്പോർട്ട് മീ ഗൈസ്. എന്നാലേ എനിക്ക് ഇനി ഉയരങ്ങളിലോട്ട് പറക്കാൻ സാധിക്കൂ. എന്നീ ഒരു മാംഗോ ഫെസ്റ്റ് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ, ഓൾറെഡി പോയിട്ടുണ്ടെങ്കിൽ അതിന് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അതിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താം. ഞാൻ എന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. എന്തായാലും അങ്ങനെ ആരും ചെയ്യാൻ പോകുന്നില്ല എന്നറിയാം, എന്നാലും ഒരു കൊതി കൊണ്ട് പറയാം ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മുടെ നൊസ്റ്റു ചോക്ലേറ്റിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇത് കണ്ടത് എനിക്ക് എവിടെ ഒന്നും ഇല്ലാത്തൊരു ഹാപ്പിനെസ് ആയിരുന്നു. എൻ്റെ പോയ കിളിയെല്ലാം പറന്ന് തിരിച്ചകത്ത് തലയ്ക്ക് കയറി വന്നു. ആ ഒരു നിമിഷത്തിൽ ഞാൻ മണിച്ചിത്ര തൈല് ഗംഗയായി മാറിയിരിക്കുകയാണ് ഗൈസ്. ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായി. ആൻഡ് എനിക്ക് കൂടുതൽ ഇഷ്ടം ആ ഒരു പുളിമിഠായാണ്. ഞാനങ്ങനെ എനിക്കിഷ്ടമുള്ള മിഠായിയൊക്കെ ഞാൻ മേടിച്ചു. പക്ഷേ അതിൻ്റെ ടേസ്റ്റ്, എൻ്റെ പൊന്നു, ഒരിക്കലും പണ്ടത്തെ ആ ഒരു ടേസ്റ്റ് വരത്തില്ല. ഒരുമാതിരി ഈ പുളിമിഠായിയൊക്കെ വെല്ലം കഴിക്കുന്ന രീതിക്ക് എനിക്കുണ്ടായി. എനിക്ക് അങ്ങനെ ഇഷ്ടമായില്ല. എന്നാലും കുഴപ്പമില്ല, ബാക്കിയുള്ള മിഠായിസൊന്നും കുഴപ്പമില്ല. ബട്ട് 90s ആ ഒരു ടൈമിലുള്ള ഒരു ടേസ്റ്റ് വന്നില്ല ഗൈസ്. ഇതിൻ്റെ ഒരു വികാരം 90s 80s തന്നെ ചോദിക്കണം. ഇപ്പോഴത്തെ കൊച്ചുങ്ങൾക്ക് ഇത് കാണാൻ പോലും കിട്ടുന്നില്ല. ഒരു വല്ലാത്തൊരു നൊസ്റ്റു മിഠായിയാണ്. ഞാൻ എന്തായാലും അതെല്ലാം മേടിച്ചിട്ടുണ്ട്. ഏകദേശം എല്ലാം മേടിക്കാൻ പറ്റില്ല, കുറച്ചൊക്കെ മേടിച്ചകത്താക്കിയിട്ടുണ്ട് ഗൈസ്. ഫൈനലി ഈ മറൈൻ ഡ്രൈവിൻ്റെ അടുത്തൊരു റഹ്മാനിയ ഹോട്ടലുണ്ട് ഗൈസ്. ഞാൻ എപ്പോഴും ഈ മറൈൻ ഡ്രൈവ് പോകുന്ന സമയത്ത് അവിടെ നിന്ന് മാത്രമേ ഫുഡ് കഴിക്കാറുള്ളൂ. ഒരൊറ്റ വട്ടം ഞാൻ കഴിച്ച അഡിക്റ്റഡ് ആയൊരു സംഭവമാണ് റഹ്മാനിയ ഹോട്ടലിലെ ബിരിയാണി. ബിരിയാണി എന്ന് വെച്ചാൽ തന്നെ അഡിക്റ്റഡ് ആണ്. പക്ഷെ അവിടുത്തെ ഒരു വല്ലാത്തൊരു ടേസ്റ്റി ബിരിയാണിയാണ്. ഇത് വല്ലാത്ത അധികം മസാലയൊന്നുമില്ല, ചിക്കനൊക്കെ ഭയങ്കര ജ്യൂസി ആയിരിക്കും. നിങ്ങളിതുവരെ ട്രൈ ഇല്ലെങ്കിൽ മസ്റ്റായിട്ട് അവിടെ നിന്ന് ഒരു വട്ടെങ്കിലും ബിരിയാണി കഴിക്കുക ഗൈസ്. അതിൻ്റെ കൂടെ അവർ തരുന്ന ആ ഒരു ഡേറ്റ്സ് പിക്കിൾ, അതാണ് ഹൈലൈറ്റ്. ആൻഡ് പപ്പടം. പക്ഷെ ഞാൻ പോയപ്പോൾ പപ്പടം കഴിഞ്ഞിട്ടുണ്ടായി. വല്ലാത്ത ഷോക്കായിരുന്നു. പപ്പടം ഉണ്ടെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ല ഗൈസ്. അമ്മാതിരി ടേസ്റ്റായിരുന്നു. എനിക്ക് എത്ര കഴിച്ചാലും മതി വരാത്തൊരു ബിരിയാണിയാണ്. ആൻഡ് ഇപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ. നമ്മുടെ ചാനൽ എന്തായാലും 1K അടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഗൈസ് ഞാനിങ്ങനെ ഉയരങ്ങളിലോട്ട് പറക്കാൻ ശ്രമിക്കുന്നത്. ഇനിയും ഇതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് സപ്പോർട്ട് മീ എ ലോട്ട് ഗൈസ്. ലവ് യു ലോട്ട്.